ഷേക്കൻ ബേബി സിൻഡ്രോം അഥവാ അബ്യൂസീവ് ഹെഡ് ട്രോമ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചൈൽഡ് അബ്യൂസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, കുഞ്ഞുങ്ങളുടെ തല കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നെക്ക് മസിൽസ് ഈ ഒരു തലയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത്ര ബലമൊന്നും ഉള്ളതായിരിക്കില്ല, എസ്പെഷ്യലി ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ. അപ്പോൾ അവരിലാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെ വളരെ ഹാഷായിട്ട് അല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ട് നമ്മൾ പിടിച്ചു കുലുക്കുമ്പോൾ അവരുടെ തല മുന്നോട്ടും പിന്നോട്ടും വളരെ വേഗം ചലിക്കുന്നു. ഇത് കാരണം അവരുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാവുന്നു. ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ് പൊട്ടാനും നെർവ്സിനൊക്കെ ഡാമേജ് ആവാനും ഒക്കെ ഇത് കാരണമായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഷേക്കൻ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വരാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഇങ്ങനെ നിർത്താതെ കരയുമ്പോൾ അവരുടെ കൂടെയുള്ള പേരൻസിന് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിനൊക്കെ പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ തോന്നുകയും അല്ലെങ്കിൽ ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് കുലുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള സീരിയസ്നെസ് അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഷേക്കൻ ബേബി സിൻഡ്രോം വളരെ സീരിയസ് ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം തന്നെ കുട്ടികൾക്ക് മരണം വരെ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാം. അതുകൂടാതെ തന്നെ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടമാവുന്ന അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത് കാരണം ഉണ്ടാവുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ തോന്നുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പാടില്ല. ഒരു 10 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങൾ കരയുന്നത് അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം.